നമ്മൾ കൊടൈക്കനാലിലേക്ക് കയറുകയാണ് കേട്ടോ. കൊടൈക്കനാലിലേക്ക് കയറുന്ന സമയത്ത് തന്നെ നമുക്ക് വലിയൊരു ഡാമിൻ്റെ വ്യൂ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഒരു അടിപൊളി വ്യൂ ആണ് പോകാറുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രാവശ്യം കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്ക് കൊടൈക്കനാലിലെ കുറച്ച് ഗ്രാമപ്രദേശങ്ങളൊക്കെയാണ് കേട്ടോ കാണാൻ വേണ്ടി പോകുന്നത്. നമ്മളിന്ന് പോകാൻ വേണ്ടി പോകുന്നത് മന്നവന്നൂർ, പൂണ്ടി ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ്. ഞാൻ പറഞ്ഞ സ്ഥലങ്ങളാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് പൂമ്പാറയ്ക്ക് 5 കിലോമീറ്റർ ഉണ്ട്, കൂക്കലിലേക്ക് 19 കിലോമീറ്റർ, പൂണ്ടി 23. ഈ ഭാഗത്തേക്ക് മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന തട്ടായിട്ടുള്ള കൃഷി രീതികൾ തന്നെയാണ് കേട്ടോ. ഇവിടെ മെയിനായിട്ട് 3 മാസത്തേക്കാണ് കൃഷി ചെയ്യുന്നത്. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്ലാവര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അതായത് കേരള തമിഴ്നാട് ബോർഡറാണ് ക്ലാവര എന്ന് പറയുന്നത്. അവിടെ നിന്നൊരു 10-12 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ വട്ടവടയാണ് കേട്ടോ. പക്ഷെ നമുക്ക് അതിനകത്തൂടെ എന്ത് അടിപൊളിയായിട്ടുള്ള വാട്ടർഫോൾസ് എന്നറിയോ, ഒക്കെയാണ് കേട്ടോ. ഇവിടെ താഴെ നോക്കുമ്പോൾ തന്നെ പേടിയാണ്. നമുക്ക് മന്നവന്നൂരിൻ്റെ ഷീപ്പ് ഫാമിൻ്റെ, റാബിറ്റിൻ്റെ ഷെഡ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫിലിം ഷൂട്ടിംഗ് ലൊക്കേഷൻ, ഒരു അടിപൊളി വൈബുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. ഹായ്, നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. നമ്മൾ ഇന്നൊരു യാത്രയാണ് കേട്ടോ. കൊടൈക്കനാലിലേക്കാണ് യാത്ര. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കാണ്. പാലക്കാട് നിന്ന് ഏകദേശം 160 കിലോമീറ്റർ ഉണ്ട് കൊടൈക്കനാലിലേക്ക്. നമ്മൾ പോകുന്ന വഴിക്കാണ് കേട്ടോ. പൊള്ളാച്ചി എത്താറായപ്പോഴുള്ള ഒരു തെങ്ങും തോപ്പിൽ കയറി നിന്നാണ് കേട്ടോ. ജസ്റ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി സ്പോട്ട് കണ്ടപ്പോൾ നിന്നതാണ് കേട്ടോ. അപ്പോൾ കൊടൈക്കനാൽ എന്ന് പറഞ്ഞാൽ തന്നെ കൂടുതൽ ആൾക്കാർ പറയും കൊടൈക്കനാലിൽ എന്താണ് കാണാനുള്ളതെന്ന് പറയണ്ട. കാരണം ഗുണ കേവ്, പിന്നെ നമ്മുടെ ഡോൾഫിൻ നോസ്, പിന്നെ സൂസൈഡ് പോയിന്റ്, ഫൈൻ ഫോറസ്റ്റ്, അങ്ങനെ ഇതൊക്കെ മാത്രമല്ലേ ഉള്ളൂ. അത് കൂടാതെ എന്താണ് കാണാനുള്ളതെന്ന് പറയാറുണ്ട്. ഒരുപാട് പേര് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കായിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടാതെ കൊടൈക്കനാലിൽ ആ സ്ഥലങ്ങൾ കൂടാതെ വേറെ അടിപൊളിയായിട്ടുള്ള ഒരുപാട് നല്ല അടിപൊളി സ്പോട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളിലേക്കാണ് കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകുമല്ലേ. നമ്മുടെ ഇന്നത്തെ റൂട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട്, പൊള്ളാച്ചി, ഉടുമലപ്പേട്ട്, പഴനി, കൊടൈക്കനാൽ, ഇതാണ് കേട്ടോ നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത്. ഏകദേശം 160 കിലോമീറ്ററാണ് പാലക്കാട് നിന്ന് നമുക്ക് കൊടൈക്കനാലിലേക്കുള്ളത്. അപ്പോൾ നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് കുറച്ചൊക്കെ മാറി ഒരു ഗ്രാമപ്രദേശം, കൊടൈക്കനാലിലെ തമിഴ്നാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളായിട്ടുള്ള പൂമ്പാറ, പൂണ്ടി, മന്നവന്നൂർ, കൂക്കൽ, ക്ലാവർ, അങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളിലേക്കാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര. എന്നും കൊടൈക്കനാലിൽ കാണുന്ന കുറേ പ്ലേസുകളല്ലാതെ നമ്മൾ പുതിയ കാഴ്ചകൾ തേടിയിട്ടുള്ള യാത്രയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പൊള്ളാച്ചിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉടുമലപ്പേട്ടേക്കൊക്കെ റോഡിലേക്ക് കയറുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് കാറ്റാടിപ്പാടങ്ങൾ കാണാൻ സാധിക്കണ്ട. ഒരുപാട് പേരാണ് കേട്ടോ അവിടെ നിന്ന് നമ്മുടെ റോഡ് സൈഡിലൊക്കെ നിന്ന് കാറ്റാടിപ്പാടങ്ങളുടെയൊക്കെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പം നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. നമുക്ക് ഏകദേശം 110 കിലോമീറ്ററാണ് കേട്ടോ നമുക്ക് പഴനിയിലേക്കുള്ളത്. നമ്മൾ ഇപ്പോൾ പഴനി അടിവാരത്തെത്തിയിട്ടാണ്. നമുക്കിനി ഇവിടെ നിന്ന് നേരെ കൊടൈക്കനാൽ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ ഇനി ഇവിടുന്ന് നേരെ കൊടൈക്കനാലിലേക്ക് ഏകദേശം ഒരു 60 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് പഴനി അടിവാരത്ത് നിന്ന് നമ്മൾ ഉടുമലപ്പെട്ടി എത്തിയപ്പോഴാണ് കേട്ടോ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചത്. നമുക്ക് ഉടുമലപ്പെട്ടി നിന്ന് മൂന്നാറിലേക്ക് വെറും ജസ്റ്റ് 88 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഉടുമലപ്പെട്ടി നിന്ന് നമുക്ക് കൊടൈക്കനാലിലേക്ക് 103 കിലോമീറ്റർ കേട്ടോ. ഇത്രയും കാലം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് കൊടൈക്കനാൽ പോകുന്നതിനേക്കാൾ ദൂരമാണ് നമുക്ക് മൂന്നാർ പോകുന്നതാണ് കേട്ടോ. പക്ഷേ ഇന്നാണ് നമ്മൾ ശ്രദ്ധിച്ചത് കേട്ടോ അതിൻ്റെ കാര്യം. ഇവിടെ കുറേ ഭാഗത്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ആൾക്കാർ. നോക്ക്, നെല്ലും കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒരു ഭാഗത്താണ് കേട്ടോ നിൽക്കുന്നത്. പക്ക പഴനി അമ്പലത്തിൻ്റെ അടിവാരമാണ് കേട്ടോ അത്. നമ്മൾ കൊടൈക്കനാലിലേക്ക് കയറുകയാണ് കേട്ടോ. കൊടൈക്കനാലിലേക്ക് കയറുന്ന സമയത്ത് തന്നെ നമുക്ക് വലിയൊരു ഡാമിൻ്റെ വ്യൂ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഒരു അടിപൊളി വ്യൂ ആണ്. നമുക്ക് ഇന്ന് ചെറുതായിട്ട് കോടയൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളമുണ്ട് നമുക്ക് ഡാമിൽ. ലാസ്റ്റ് ടൈം ഒന്നും വരുന്ന സമയത്ത് നമുക്ക് ഡാമിൽ വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയിട്ടോ. ശരിക്കും നല്ലൊരു തണുപ്പ് ഫീൽ ആവാൻ തുടങ്ങി ഇവിടെ തന്നെ. അധികം ടൂറിസ്റ്റുകളൊന്നും കടന്നു ചെല്ലാത്ത പ്രദേശങ്ങളാണ് നമ്മുടെ പൂണ്ടി, പൂമ്പാറ, ക്ലാവര, മന്നവന്നൂർ, ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങൾ. ഇവിടെ മെയിനായിട്ടുള്ള ഇവരുടെ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് കൃഷിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് ക്ലാവര എന്നൊക്കെ പറയുന്നത് ഒരു ബോർഡറാണ് ശരിക്കും, കേരള തമിഴ്നാട് ബോർഡറാണ്. അപ്പോൾ അവിടെ നിന്നൊരു 17 കിലോമീറ്റർ പോകുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് വട്ടവട എത്താൻ സാധിക്കുന്നുണ്ട്. വട്ടവടയോട് സാമ്യം തോന്നിക്കുന്ന തരത്തിലുള്ള കൃഷി രീതികൾ തന്നെയാണ് നമുക്ക് ഈ ഭാഗങ്ങളിലും കാണാൻ സാധിക്കുക കേട്ടോ. ഒരു തട്ടായിട്ടുള്ള രീതിയിലുള്ള കൃഷി രീതികൾ തന്നെയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെയാണ് കേട്ടോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാജിക് മഷ്റൂം കിട്ടുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ കേരളത്തിലെ മൂന്നാറും, പിന്നെ അത് പോയി കഴിഞ്ഞാൽ കൊടൈക്കനാലിലെ പൂണ്ടി, പൂമ്പാറ, ഈ ഭാഗങ്ങളിൽ കേട്ടോ. അപ്പോൾ അത് തേടിയിട്ടും ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരാറുണ്ട്. നമ്മൾ കൊടൈക്കനാൽ പോകുന്ന വഴിക്ക് സിൽവർ കാസ്റ്റ് വാട്ടർഫാൾസ് എന്ന് പറഞ്ഞൊരു വാട്ടർഫാൾസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ഫുള്ള് ബ്ലോക്കാണ്. ഹോളിഡേയ്സൊക്കെ ആയതുകൊണ്ട് ഫുള്ള് ബ്ലോക്കാണ്.
ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് കൊടൈക്കനാലാണ്. കൊടൈക്കനാൽ നോക്കിയ ഒരു പൈൻ ഫോറസ്റ്റിൻ്റെ ബാക്കിലാണ് നമ്മളുള്ളത് കേട്ടോ, ഫ്രണ്ടിലാണ്. ബാക്കിലെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഭയങ്കര അടിപൊളി രസമാണ് കേട്ടോ. നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് ശരിക്കും മാറി ഒരു 10-30 കിലോമീറ്ററൊക്കെ പോവുകയാണെങ്കിൽ നല്ല അടിപൊളി ഗ്രാമ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. ശരിക്കും കൂടുതൽ ആൾക്കാർ കൊടൈക്കനാൽ വന്നു കഴിഞ്ഞാൽ കൊടൈക്കനാലിൽ സിറ്റിക്കകത്ത് മാത്രം കറങ്ങി ഇവിടുത്തെ കുറച്ച് ലൈക്കും ഗുണ കേവും അങ്ങനെയുള്ള സൂസൈഡ് പോയിൻറ്റും ഈ ഭാഗങ്ങൾ മാത്രം കണ്ടിട്ടാണ് തിരിച്ച് പോകാറുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്രാവശ്യം കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്ക് കൊടൈക്കനാലിലെ കുറച്ച് ഗ്രാമപ്രദേശങ്ങളൊക്കെയാണ് കേട്ടോ കാണാൻ വേണ്ടി പോകുന്നത്. നമ്മളിന്ന് പോകാൻ വേണ്ടി പോകുന്നത് മന്നവന്നൂർ, പൂണ്ടി ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. പോകുന്ന വഴിക്കും തിരിച്ച് വരുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ പറഞ്ഞാൽ അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. ഒരു 36 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടുന്ന് പൂണ്ടിയിലേക്കുള്ളത്. അപ്പോൾ നമ്മൾ പൂണ്ടിയിലേക്കുള്ള യാത്രയാണ്, കൊടൈക്കനാലിൽ നിന്ന് പൂണ്ടിയിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ നേരെ പോകുമല്ലേ. നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് പൂണ്ടിയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു രക്ഷയില്ലാത്ത കോടയായിരുന്നു. നല്ല തണുപ്പ്, ഒരു ഭയങ്കര പൊളി വൈബ്. അപ്പോൾ ഇവിടുത്തെ മെയിനായിട്ട് കൊടൈക്കനാലിലെ മെയിനായിട്ടുള്ള സീസൺ ടൈം എന്ന് പറയുന്നത് സെപ്റ്റംബർ മുതൽ മാർച്ച് മാസം വരെയാണ് കേട്ടോ. അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ സമയത്തൊക്കെ വരുന്ന സമയത്തൊക്കെ മഴയില്ലെങ്കിൽ അടിപൊളി രസമായിരിക്കും. ഫുള്ള് കോടയിൽ കുളിച്ചെടുക്കുന്ന കാഴ്ചകളായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞ സ്ഥലങ്ങളാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് പൂമ്പാറയ്ക്ക് 5 കിലോമീറ്റർ ഉണ്ട്, കൂക്കലിലേക്ക് 19 കിലോമീറ്റർ, പൂണ്ടി 23 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് 23 കിലോമീറ്ററോളം ഇനി പോകുന്നുണ്ട്. നമുക്ക് ഇനി ഇവിടുന്ന് നമ്മളിപ്പോൾ കൊടൈക്കനാലിൽ നിന്ന് പൂമ്പാറയ്ക്ക് പോകുന്ന വഴിക്കാണ്. നമ്മൾ വരുന്ന സമയത്ത് നമുക്കിവിടെ റോഡൊക്കെ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. കുറച്ച് ആ ഭാഗത്തായിട്ട് താഴെ കുറച്ച് വില്ലേജൊക്കെ ഉണ്ട് കേട്ടോ. വില്ലേജിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കോട കൊണ്ട് ഫുള്ള് മൂടിയിട്ടാണ്, ഒന്നും ഒരു രക്ഷയില്ല, ഒരു ഭാഗം കാണാൻ പറ്റുന്നില്ല നമുക്ക്. ഇനി ഇവിടുന്ന് നമുക്ക് ഏകദേശം ഒരു 20 കിലോമീറ്ററോളം പോകാനുണ്ട് കേട്ടോ പൂണ്ടിയിലേക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ പൂമ്പാറയിൽ വന്ന് സ്റ്റേ ചെയ്യണമെന്ന് പറയണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഒരുപാട് ഹോം സ്റ്റേകളും ഹോട്ടലും റെസ്റ്റോറൻറ്റ്സും എല്ലാം ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത് തന്നെ. നമ്മളിപ്പോൾ പൂമ്പാറയിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇവിടുന്ന് മന്നവന്നൂർക്ക് 15 കിലോമീറ്റർ ഉണ്ട്, പിന്നെ അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ട് പൂണ്ടിയിലേക്ക്. ടോട്ടൽ ഒരു 20 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. വായിക്കൂടെയൊക്കെ നല്ല പുക വരുന്നുണ്ട് കേട്ടോ. സിഗരറ്റൊക്കെ സ്മോക്ക് ചെയ്ത ഒരു ഇതുപോലെയാണ് സംഭവം. ഫുള്ള് കോടയാണ്. കണ്ണൊന്നും കാണാത്ത അവസ്ഥയാണ്. ഇങ്ങനെയുള്ള റൂട്ടിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. നമ്മൾ രാത്രി ഒരു 7 മണിയോടുകൂടിയാണ് നമ്മൾ പൂണ്ടി എത്തിയത് കേട്ടോ. പൂണ്ടി ഡാമിനടുത്ത് തന്നെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഒരു മഡ് ഹൗസിലാണ് കേട്ടോ സ്റ്റേ ചെയ്തത്. ഒരു 5 പേർക്ക് തങ്ങാൻ പറ്റുന്ന റൂമിൽ ഞങ്ങൾ 2 പേരും കൂടിയിട്ടാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ അവരുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 20 പേർക്കോളം സ്റ്റേ ചെയ്യാൻ പറ്റുന്ന റൂംസ് ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ അതുകൂടാതെ ടെൻറ്റ് വേറെ ഉണ്ട്. അപ്പോൾ അവരുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളിപ്പോൾ ഉള്ളത് പൂണ്ടിയിലാണ് ഉള്ളത്. ഇപ്പം ഇന്നലെ നൈറ്റ് നമ്മൾ നേരെ വന്നത് പൂണ്ടിയിലേക്കാണ് വന്നത് കൊടൈക്കനാലിൽ നിന്ന്. അപ്പോൾ നമ്മളിതാ പൂണ്ടിയിലൊക്കെ നമുക്ക് ചെറിയ റൂമുകളൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു 5 പേർക്ക് കിടക്കാൻ പറ്റുന്ന റൂമായിരുന്നു. ഞങ്ങൾ 2 പേരുടെ ഉണ്ടായിരുന്നുള്ളൂ. നല്ല റൂമായിരുന്നു കേട്ടോ, കുഴപ്പമില്ല. പെർ ഹെഡിന് 500 റുപ്പീസാണ് കേട്ടോ. ഇവിടെ ഓൾമോസ്റ്റ് ഒക്കെ ഇങ്ങനെയുള്ള ടെൻറ്റ് ഹൗസും ഇങ്ങനെയുള്ള മഡ് ഹൗസും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള റൂംസൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഔട്ട് സൈഡിലുള്ള ആംബിയൻസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പൊളി വൈബാണ് കേട്ടോ ഇവിടെ. ഇവിടെ താഴെ കുറേ ഫാമിൻ്റെ ഏരിയകളാണ് കേട്ടോ. തട്ടായിട്ടുള്ള കൃഷി ഏരിയകളാണ് ഇവിടെ. മെയിനായിട്ട് ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഒരു പട്ടാണിയാണ്, പച്ചപ്പട്ടാണിയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ 3 മാസത്തേക്കുള്ള കൃഷിയാണ് ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ പുറത്തുനിന്നുള്ള വൈബാണ് വെച്ചാൽ ടെൻ്റൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് റൂം വെക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് നേരെ പൂണ്ടി ടൗണിൽ പോകണം. ടൗണിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ഇനി ക്ലാവരയ്ക്കാണ് കേട്ടോ പോകുന്നത്. ഈ ഭാഗത്തേക്ക് മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന തട്ടായിട്ടുള്ള കൃഷി രീതികൾ തന്നെയാണ് കേട്ടോ. ഇവിടെ മെയിനായിട്ട് 3 മാസത്തേക്കാണ് കൃഷി ചെയ്യുന്നത്. അതും കൂടുതലും ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ്, പിന്നെ ഇവിടെ തമിഴ്നാട്ടിൽ പൂണ്ടെന്ന് പറയും, നമ്മുടെ നാട്ടിൽ വെല്ലുള്ളി എന്നൊക്കെ പറയുന്ന അതൊക്കെയാണ് കേട്ടോ ഇവിടെ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത്. ഇവർ 3 മാസം മുമ്പ് കൃഷി ഇങ്ങനെ മാറ്റും, ഇങ്ങനെ ഐറ്റംസ് ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കണ്ട. ഒരു ഭയങ്കര രസമാണ് കേട്ടോ ഒരു പച്ചപ്പായിട്ട് കിടക്കുന്ന കാഴ്ച കാണാനായിട്ട്. നമ്മളിപ്പോൾ പൂണ്ടിയിലാണ് ഉള്ളത്. പൂണ്ടിയിൽ നിന്ന് നമ്മൾ ക്ലാവര പോകുന്ന സ്ഥലത്താണ്. ഒരു അടിപൊളി വെള്ളച്ചാട്ടം ഇതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പാലക്കാട്ടിലെ പിള്ളേരാണ്, ഒറ്റപ്പാലത്തെ പിള്ളേരാണ്, കുറേ പേരുണ്ട്. ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്ലാവര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അതായത് കേരള തമിഴ്നാട് ബോർഡറാണ് ക്ലാവര എന്ന് പറയുന്നത്. അവിടെ നിന്നൊരു 10-12 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ വട്ടവടയാണ് കേട്ടോ. പക്ഷെ നമുക്ക് അതിനകത്തൂടെ നമുക്ക് മൂന്നാറിലേക്കൊന്നും പോകാൻ പറ്റില്ല. മൂന്നാറിലേക്ക് പോകുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു 250 കിലോമീറ്ററോളം റോഡ് വഴി മാത്രം നമുക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. നോക്കി ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ,
അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. എന്നാലും നല്ല കോടയായിരുന്നു നൈറ്റ്, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, ഒരു കാഴ്ചകളും കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോൾ അടിപൊളിയാണ് കേട്ടോ. നമ്മളിവിടെ വന്നപ്പോൾ ഒരുപാട് മലയാളീസിനെ പരിചയപ്പെടാൻ പറ്റിയിട്ടോ. നമുക്കിവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും കേരള ബൈക്കും കേരള കാറും അതൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുള്ളൂ. അമ്മാതിരിയാണ് കേട്ടോ. കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകളാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നതിൻ്റെ 4 ഇരട്ടി ആളുകൾ വേണമെങ്കിൽ കേരളത്തിൽ നിന്നാണ് ഇങ്ങോട്ടെന്ന് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെയാണ് കേട്ടോ. ഈ ഒരു കാണുന്ന ഈ ഒരു പച്ചപ്പ് കാണാൻ വേണ്ടി മാത്രമാണോ കേരളത്തിൽ നിന്ന് ഇത്രയും ആളുകൾ ഇങ്ങോട്ട് വരുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പൂണ്ടിയിൽ നിന്ന് നേരെ ക്ലാവര പോയി, ക്ലാവരയിൽ നിന്ന് നേരെ പോലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു കേട്ടോ. ഇവിടെ ഒരു അടിപൊളി വാട്ടർഫാൾസ് ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, എന്ത് അടിപൊളിയായിട്ടുള്ള വാട്ടർഫാൾസ് എന്നറിയോ? ഒക്കെയാണ് കേട്ടോ. ഇവിടെ താഴെ നോക്കുമ്പോൾ തന്നെ പേടിയാണ്. ഇത് മിസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കോട വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കോട വന്ന് മൂടും ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ആ ഭാഗത്തു നിന്ന് വരുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക്. ആ ഭാഗത്തു നിന്നാണ് കോട വരുന്നത്. ആ ഭാഗത്ത് ബാക്കിലൊക്കെ ഫുള്ള് കോടയാണ്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കാഴ്ചകളൊന്നും കാണാതാവും കേട്ടോ. അമ്മാതിരി മിസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിവിടെ ഉള്ള കർഷകരുടെ അടുത്ത് ചോദിച്ചു കേട്ടോ, എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് കേരളത്തേക്ക് റോഡ് അനുവദിക്കാത്തതെന്ന്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ കൃഷി ചെയ്യുന്ന പൂണ്ടും ക്യാരറ്റും ക്യാബേജും ഇതൊക്കെ ഇവിടെ നിന്ന് മധുരയ്ക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കേരളത്തേക്ക് റോഡ് അനുവദിക്കുകയാണെങ്കിൽ പിന്നീട് ഇവരുടെ വ്യാപാരം കുറയും, മധുരയിൽ തമിഴ്നാടിൻ്റെ വ്യാപാരം കുറയും എന്നുള്ളത് കൊണ്ടാണ് ഇവരിങ്ങോട്ട് റോഡ് അനുവദിക്കാത്തത് കേട്ടോ. ഇത് മന്നവന്നൂർ എക്കോ ടൂറിസത്തിൻ്റെ പ്രൊജക്റ്റാണ് കേട്ടോ. ഇതിനകത്ത് നമുക്കിപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിത് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കയാക്കിംഗ് ഉണ്ട്, പിന്നെ കുട്ടവഞ്ചി സഫാരി ഉണ്ട്, പിന്നെ ഹോഴ്സ് റൈഡിങ്, സിപ്പ് ലൈൻ, അങ്ങനെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്തേക്കുള്ള പ്രവേശന ഫീസ് പറഞ്ഞാൽ ഒരാൾക്ക് 30 രൂപയാണ് കേട്ടോ. കയാക്കിങ്ങിനുള്ളത് ഒരാൾക്ക് സിംഗിൾ ആണെങ്കിൽ 250ഉം ഡബിൾ ആണെങ്കിൽ 400 ഉണ്ട്. ഹോഴ്സ് റൈഡിങ്ങിന് 100 റുപ്പീസാണ്, കുട്ടവഞ്ചിക്ക് 100 രൂപയാണ്, സിപ്പ് ലൈനിന് 500 റുപ്പീസാണ് കേട്ടോ. നമുക്ക് ഈ മന്നവന്നൂരിൽ തന്നെ ഒരു ഷീപ്പ് ഫാം ഉണ്ട് കേട്ടോ. നമുക്ക് അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് റാബിറ്റിൻ്റെ ഫാം, ഷീപ്പ് ഫാം, പിന്നെ ഫിലിം ഷൂട്ടിംഗ് ലൊക്കേഷൻ, അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് അപ്പോൾ അതിനകത്ത് കയറി നോക്കാം, നമുക്ക് എന്തൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റും നോക്കാം കേട്ടോ. നമുക്ക് മന്നവന്നൂരിൽ ഷീപ്പ് ഫാമിൻ്റെ, റാബിറ്റിൻ്റെ ഷെഡ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫിലിം ഷൂട്ടിംഗ് ലൊക്കേഷൻ, ഒരു അടിപൊളി വൈബുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. നമുക്കിതിനകത്ത് നമുക്ക് കയറാൻ പറ്റും കേട്ടോ. റാബിറ്റിൻ്റെ ഒരു ഷെഡാണ് കേട്ടോ. ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള മൊയിലുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഓൾമോസ്റ്റ് ഒക്കെ നല്ല റെസ്റ്റിലാണ് പോകുന്നത്. മൊയിലിൻ്റെ കുട്ടികൾ. അതിൻ്റെ പേര് ഇത് കുറച്ച് മുട്ടയിട്ട് പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഒരുപാടൊന്നും ചെറിയത്. നമുക്ക് റാബിറ്റ് ഇതിനകത്ത് ഷീപ്പുണ്ടോയെന്ന് അറിയില്ല, അല്ലെങ്കിൽ മേയാൻ പോയിട്ടുണ്ടാവും ഷീപ്പൊക്കെ. ഇതാണ് കേട്ടോ ഷീപ്പ് പറഞ്ഞാൽ ചെമ്മരിയാടിൻ്റെ. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ ഷെഡിങ്, ഇതുപോലത്തുള്ള വലിയ വലിയ ഷെഡുകൾ. ഇതെല്ലാം ഷീപ്പിൻ്റെയാണ്. ഇത് ഫിലിം ലൊക്കേഷനാണ് കേട്ടോ. ഫിലിം ഷൂട്ടിംഗ് ലൊക്കേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു അടിപൊളി ലൊക്കേഷനാണിത്. നമ്മൾ ആദ്യം ഒരു ലേക്കിൽ പോയിട്ടുണ്ടായിരുന്നല്ലേ, ആ ലേക്കിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ ഇത്. ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട്. കേട്ടോ ആ സൈഡിലായിട്ട് കുറേ ചെമ്മരിയാടുകളുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. നമുക്ക് ഇതുവരെ എൻട്രി ഉള്ളൂ കേട്ടോ. അതിനുശേഷം എൻട്രി ഇല്ല. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ചെമ്മരിയാടൊക്കെ. പക്ഷേ ഇപ്പോൾ ദൂരത്തായിട്ട് കാണുന്നുണ്ട്. ഇവിടെ അടുത്തുണ്ടായിരുന്നു കുറച്ച്, പക്ഷെ നമ്മൾ വന്നപ്പോഴേക്കും അത് ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി.
ഇവിടെ മാറി മറിയുന്ന ക്ലൈമറ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ്. ചിലപ്പോൾ തണുപ്പാവും, ചിലപ്പോൾ കോടയാവും, ചിലപ്പോൾ വെയിൽ സൂര്യൻ ഉദിക്കും. അങ്ങനെയൊക്കെ ഒരു കാഴ്ചയാണ് കേട്ടോ നമുക്ക് ഇവിടെ നോക്കത്താ ദൂരത്ത് നമുക്ക് പച്ചപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ ഇവിടെ തമിഴ്നാടിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 4 മണിയാകുമ്പോൾ വരുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് നമുക്കിവിടെ ചെമ്മരിയാടുകളൊക്കെ തിരിച്ച് കൂട്ടിലേക്ക് കയറുന്ന കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. നമ്മൾ പൂമ്പാറയ്ക്ക് എത്താറായിട്ടാണ്. പൂമ്പാറ ഇനി ഇവിടെ നിന്ന് ഏകദേശം 4-5 കിലോമീറ്റർ ഉള്ളൂ. അപ്പോഴേക്കും ഇവിടെ എത്തുമ്പോഴേക്കും പൂമ്പാറ ഒക്കെ എത്താറാകുമ്പോഴേക്കും തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടാണ്, ടോട്ടലി ചേഞ്ച് ആയി. ഫുള്ള് കോട ഇറങ്ങിയിട്ടാണ് പണ്ട്. ഓക്കെ, ഫുള്ള് കോടയാണ്. ഇരുട്ടായി നോക്ക്, ഇതാ ഇരുട്ട്. ഫുള്ള് കോട. അപ്പോൾ നിങ്ങൾ ഇനി അടുത്ത കൊടൈക്കനാൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് പൂണ്ടി, പൂമ്പാറ, മന്നവന്നൂർ ഇങ്ങനെയുള്ള കുറേ ഗ്രാമപ്രദേശങ്ങളും കൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളിനി കൊടൈക്കനാലിലാണ് വന്ന് സ്റ്റേ ചെയ്യുന്നെങ്കിൽ കൂടി നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് അത്യാവശ്യം കുറേ ഈ കാണുന്ന ഗ്രാമപ്രദേശങ്ങളൊക്കെ നമുക്ക് കണ്ടു തീർക്കാൻ സാധിക്കും കേട്ടോ. നമുക്കിനി ഇവിടെ നിന്ന് നേരെ കൊടൈക്കനാലിലേക്കാണ് കേട്ടോ പോകേണ്ടത്. ഗൈസ്, നമ്മളിപ്പോൾ കൊടൈക്കനാലിൽ നിന്ന് പഴനിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് കൊടൈക്കനാലിൻ്റെ ടൗണിലെ കുറേ ഭാഗങ്ങളല്ലാതെ നമുക്ക് കുറേ ഗ്രാമപ്രദേശങ്ങൾ കൊടൈക്കനാലിൽ കാണാൻ സാധിച്ചു കേട്ടോ. നമ്മൾ പൂണ്ടി, മന്നവന്നൂർ, ക്ലാവര്, പിന്നെ പൂമ്പാറ ഇങ്ങനെ കുറേ ഭാഗങ്ങളിലൊക്കെ നമുക്ക് പോകാൻ സാധിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. ഏകദേശം ഇനി ഒരു 36 കിലോമീറ്റർ ഉണ്ട് പഴനിയിലേക്ക്. അപ്പോൾ ബാക്കിൽ കണ്ടോ ഒരു അടിപൊളി വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട് കേട്ടോ ബാക്കിൽ. അപ്പോൾ നമുക്കിനി ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ.